എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 8-ാമത്തെയും 9-ാമത്തെയും ശ്ലോകം ഇന്ന് തുടരുകയാണ്. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്നൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ ഇതി ധാരയൻ തത്വവിദ് യുക്തഃ പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ ഇത് ധാരയൻ കിഞ്ചിത് ന ഏവ കരോമി ഇത് മന്യേത. അതായത് ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെ അറിയുന്ന കർമ്മയോഗി നയനേന്ദ്രിയം കൊണ്ട് രൂപം കാണുമ്പോഴും ശ്രോത്രേന്ദ്രിയം കൊണ്ട് ശബ്ദം കേൾക്കുമ്പോഴും ത്വക്കേന്ദ്രിയം കൊണ്ട് സ്പർശത്തെ അനുഭവിക്കുമ്പോഴും ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗന്ധം അനുഭവിക്കുമ്പോഴും രസനേന്ദ്രിയം കൊണ്ട് രസം ആസ്വദിക്കുമ്പോഴും പാദം കൊണ്ട് നടക്കുമ്പോഴും മനസ്സ് ലയിച്ച് ഉറങ്ങുമ്പോഴും പ്രാണൻ ശ്വസിക്കുമ്പോഴും വാഗീന്ദ്രിയം കൊണ്ട് സംസാരിക്കുമ്പോഴും പായൂപസ്ഥങ്ങൾ കൊണ്ട് മലമൂത്രം വിസർജിക്കുമ്പോഴും കൈകൊണ്ട് പദാർത്ഥങ്ങൾ സ്വീകരിക്കുമ്പോഴും കണ്ണുകൊണ്ട് കണ്ണ് മിഴിക്കുകയും അടക്കുകയും ചെയ്യുമ്പോഴും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾ അതാതിൻ്റെ ശബ്ദാദി വിഷയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബുദ്ധി കൊണ്ട് നിശ്ചയിച്ച് ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നതേ ഇല്ല എന്ന് വിചാരിക്കുന്നു. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിൽ പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ ഇതി ധാരയൻ. നന്ദി, നമസ്കാരം.